ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു സീൻ തന്നെയായിരുന്നു കേട്ടോ. അമ്മായി തൻ്റെ തനിക്കുണം വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണല്ലേ കൂട്ടുകാരെ. അഞ്ജലിയുടെ കയ്യിലിരിക്കുന്ന പത്മ കേസിലെ ഹാർഡ് ഡിസ്ക് പുള്ളിക്കാരി അടിച്ചു മാറ്റിയിരിക്കുകയാണ് നൈസായിട്ട് റൂമിൽ കയറി കേട്ടോ. അനുപമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം മോഹിച്ച് ഈ പുള്ളിക്കാരി എന്തു നെറുകേടും വൃത്തികേടും ചെയ്യുമെന്ന് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ്. വീണ്ടും വീണ്ടും അത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെങ്കിലും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് അല്ലേ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് പോകാം. വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ആര്യ അഞ്ജലിയുടെ കിടക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അഞ്ജലിയുടെ ആര്യ പറയുന്നുണ്ട് തനിക്ക് ഇനിയെങ്കിലും തൻ്റെ ഇഷ്ടം അയാളോടൊന്ന് തുറന്ന് പറഞ്ഞോടെ എന്ന്. അതായത് അർജുൻ്റെ കാര്യമാണ് പറയുന്നത്. അർജുനോട് അഞ്ജലിയുടെ മനസ്സിൽ ഇഷ്ടമുണ്ട്, അതൊന്ന് തുറന്ന് പറഞ്ഞോടെ, എന്തിനാ അയാളിട്ട് വിഷമിപ്പിക്കണമെന്ന് പറയണം. അപ്പോൾ അതിനെപ്പറ്റി അഞ്ജലി ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ. അതാണ് ആദ്യം പ്രൊമോയിൽ കാട്ടിയ സീൻ എന്ന് പറയുന്നത്. എന്താണെങ്കിലും പിന്നീട് അവസാന ഭാഗങ്ങളായിട്ട് കാട്ടിയ സീൻ എന്ന് പറയുന്നത് ശംഖുചക്രം തറവാട്ടിലാണ്. അതായത് രാഘവനുണ്ണിയോട് അനുപമ പറയുകയാണ് ഒരിക്കലും ഈ പത്മ കേസുമായി ബന്ധപ്പെട്ട ഹാർഡ് ഡിസ്ക് നശിച്ചു പോയിട്ടില്ല, അത് അഞ്ജലിയുടെ കയ്യിൽ തന്നെയുണ്ട് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടിട്ട് രാഘവനുണ്ണി ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. കാരണം ഈ ഹാർഡ് ഡിസ്ക് ഹരിയുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ച സംഭവങ്ങളെല്ലാം തിരിച്ച് ഹാർഡ് ഡിസ്ക് അനുഭവം കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹരിയുടെ കയ്യിലാണ് കൊടുത്തത്. അത് പിന്നെ എങ്ങനെ അഞ്ജലിയുടെ കയ്യിലെത്തി എന്ന് ആലോചിച്ച് ആകെ ഷോക്കഡായി നിൽക്കുന്ന രാഘവനുണ്ണിയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ പ്രൊമോ വന്നിട്ടുള്ളത്. നാളെ നല്ല അടിപൊളി എപ്പിസോഡ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.